ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ തംബ്നെയിലൊക്കെ കണ്ട പോലെ നമ്മുടെ ഹോം ടൂർ വീഡിയോ ആണ്. അപ്പോൾ ഇതിന് മുന്നേ ഇട്ട വീഡിയോസിനൊക്കെ താഴെ കമൻറ്റ് കണ്ടിരുന്നു ഹോം ടൂർ വീഡിയോ ചെയ്യുമോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ പിന്നെ ഇന്നത്തെ വീഡിയോ അതുതന്നെ ആയിക്കോട്ടെ എന്ന് കരുതി. പിന്നെ ഇത്രയും ദിവസം ഇടാതിരുന്നത് എനിക്കത് എങ്ങനെ എടുക്കാമെന്നൊരു ഐഡിയ കിട്ടിയിരുന്നില്ല. ഇപ്പോൾ ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ എല്ലായിടവും കവർ ചെയ്തിട്ട് എടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ട് കമൻറ്റിലൂടെ അഭിപ്രായങ്ങളൊക്കെ എന്തായാലും അറിയിക്കണം. അപ്പോൾ നമുക്ക് എന്തായാലും വീടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് തന്നെ തുടങ്ങാം. നമുക്ക് വീടിൻ്റെ ഫ്രണ്ടിൽ മുറ്റം അങ്ങനെ ഒരുപാടൊന്നുമില്ല. ഉള്ള സ്ഥലത്ത് നമ്മൾ കുറച്ച് ബുഷൊക്കെ വെച്ചിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് 7 സെൻറ്റ് സ്ഥലമാണ് ഉള്ളത്. നമ്മുടെ വീട് 2200 സ്ക്വയർ ഫീറ്റിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ബാക്കിലും ഫ്രണ്ടിലും അങ്ങനെ ഒരുപാട് മുറ്റം ആയിട്ടൊന്നും ഇല്ല കേട്ടോ. ഞങ്ങളുടെ മാരേജിൻ്റെ മുന്നേ തന്നെ നമ്മുടെ വീട് പണി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഹൗസ് വാമിങ് കഴിഞ്ഞിട്ട് ഈ സെപ്റ്റംബർക്ക് 4 വർഷം ആകും. ഇനി നമുക്ക് സിറ്റൗട്ടിലേക്ക് കടക്കാം. സിറ്റൗട്ട് ഫുള്ള് ഓപ്പൺ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഒരു 3 സീറ്റർ ബെഞ്ചും കൂടെ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഉള്ളിലെ വിശേഷങ്ങളൊക്കെ കാണാം. സിറ്റൗട്ടിൽ നിന്നും നേരെ ഹാളിലേക്കാണ് കടക്കുന്നത്. ഹാളിൻ്റെ ഒരു സൈഡിലായിട്ട് നമ്മൾ എൽ ഷേപ്പിൽ സോഫ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അവിടെ തന്നെ ഒരു ഷോക്കേസും ഉണ്ട്. ഹാളിൻ്റെ ഒരു വാള് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ TV യൂണിറ്റിന് വേണ്ടിയിട്ടും പിന്നെ സ്റ്റഡി ടേബിളായിട്ടുമാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇവിടെ തന്നെയാണ് നമ്മൾ ടേബിളും ഇട്ടിട്ടുള്ളത്. ഒരു വാഷ് ബേസും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഹാളിൽ ഉള്ളത്. പിന്നെ ഹാളിൽ നിന്നാണ് നമ്മുടെ 2 റൂമും ഉള്ളത്. അപ്പോൾ ഫസ്റ്റത്തെ റൂം ഇതാണ്. നമ്മുടെ വീട്ടിൽ ആകെ ടോട്ടൽ 4 റൂമാണ് ഉള്ളത്. 2 മുകളിലും 2 താഴെയുമായിട്ടാണ് ചെയ്തിട്ടുള്ളത്. 4 റൂമിലും അറ്റാച്ച്ഡ് ബാത്റൂമും ഉണ്ട്. അപ്പോൾ ഫസ്റ്റത്തെ റൂം ഇതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ അടുത്ത റൂം. സെയിം മറ്റേ റൂം പോലെ തന്നെയാണ്. അറ്റാച്ച്ഡ് ഒരു ബാത്റൂമുണ്ട്. ഹാളിലെ ഈ ഒരു വാള് ഫുള്ളായിട്ട് നമ്മൾ TV യൂണിറ്റിന് വേണ്ടിയിട്ടും പിന്നെ സ്റ്റഡി ടേബിളും ആയിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്കിവിടുത്തെ കിച്ചൺ കാണാം. നമുക്കിവിടെ 2 കിച്ചണാണ് ഉള്ളത്. ഇതാണ് ആദ്യത്തെ അടുക്കള. അപ്പോൾ ഇതിലൊരു സ്റ്റോർ റൂം വരുന്നുണ്ട്. പിന്നെ നമ്മളിവിടെയാണ് ഫ്രിഡ്ജ് ഇട്ടിട്ടുള്ളത്. മിക്സി, ഈസി കുക്ക് അതൊക്കെ ഇവിടെയാണ് വെച്ചിട്ടുള്ളത്. പിന്നെ ഒരു ഷോക്കേസ് ഉണ്ട്.
നമുക്ക് ഹോം ടൂർ ചെയ്യുമ്പോൾ ഹെൽപ്പിന് കൂടെ എനിക്ക് ഒരാളും കൂടി ഉണ്ട് കേട്ടോ. ഇവന് പിന്നെ ഞാൻ എന്ത് ചെയ്യുമ്പോഴും എൻ്റെ പിന്നാലെ തന്നെ ഉണ്ടാവും. അപ്പോൾ ഉറങ്ങാൻ വേണ്ടിയിട്ടൊക്കെ കുറേ വെയിറ്റ് ചെയ്തു, പിന്നെ ഉറങ്ങുന്നില്ല. അപ്പോൾ പിന്നെ ഞാൻ എൻ്റെ കൂടെ വീഡിയോ എടുക്കാനും കൂട്ടി. അപ്പോൾ ഇതാണ് കേട്ടോ അടുത്ത കിച്ചൺ. ഇവിടെയാണ് നമ്മുടെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. നമ്മുടെ സാധാ വിറകടുപ്പും ഗ്യാസ് സ്റ്റൗ ഒക്കെ ഇവിടെയാണ് വെച്ചിട്ടുള്ളത്. ഇതാണ് അടുക്കളയുടെ പുറത്തുള്ള ഭാഗം. അപ്പോൾ നമുക്ക് വിറക് വെക്കാൻ വേറെ പുറത്തൊന്നും സ്ഥലമില്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ തന്നെയാണ് വിറകൊക്കെ വെച്ചിട്ടുള്ളത്. പിന്നെ 2 സൈഡിലും ഗ്രില്ല് ഇട്ടിട്ടുണ്ട്. പിന്നെ വീടിൻ്റെ ബാക്ക് സൈഡ് ഇതാണ് കേട്ടോ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ വീടിൻ്റെ താഴെ ഉള്ളത്. അപ്പോൾ ഇനി നമുക്ക് മുകളിലൂടെ കാണാം. റൗണ്ട് ഷേപ്പിലാണ് കേട്ടോ നമ്മുടെ സ്റ്റെയർ വരുന്നത്. പിന്നെ മുകളിലത്തെ ഹോളാണ് ഇത്. അപ്പോൾ ഇവിടെ ഒരു ഷോ കേസ് പോലെ ഉണ്ട്. അപ്പോൾ ഇവിടെ നമ്മുടെ കുറച്ച് ഫോട്ടോസൊക്കെ വെച്ചിട്ടുണ്ട്. നമ്മുടെ 4 പേരുടെയൊക്കെ ഫോട്ടോസൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഹോളിൽ നിന്ന് തന്നെ നമ്മുടെ അടുത്ത ബെഡ്റൂമിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ബെഡ്റൂം. ഈ റൂമിൽ മാത്രമേ നമ്മൾ ഇൻറ്റീരിയറൊക്കെ ചെയ്തിട്ടുള്ളൂ. താഴത്തെ 2 റൂമിലൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത റൂമും കൂടെ കാണാം. ഇത് നമ്മളങ്ങനെ യൂസ് ചെയ്യാത്ത റൂമാണ്. ഇവിടെ പിന്നെ ആരും അങ്ങനെ കിടക്കാറൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതിൽ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഒരു ബാത്റൂമുണ്ട്, കബോർഡുണ്ട്, അത്രയൊക്കെ തന്നെയുള്ളൂ. ഇനി നമുക്ക് മുകളിൽ നിന്നുള്ള ഓപ്പൺ ടെറസ് കാണാം. ഇവിടെ ഫുള്ളായിട്ട് ഷീറ്റ് ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വാഷിംഗ് മെഷീനും പിന്നെ നമ്മുടെ ഡ്രസ്സൊക്കെ വിരിച്ചിടാനൊക്കെ ഇവിടെ തന്നെയാണ് നമ്മൾ ചെയ്യാറുള്ളത്. ഇനി നമുക്ക് ഇവിടെ ഉള്ളത് ഒരു സിറ്റ് ഔട്ടാണ്. അപ്പോൾ അതും കൂടെ കാണാം. അപ്പോൾ ദാ ഇത്രയും ഭാഗങ്ങളാണ് നമുക്ക് മുകളിൽ ഉള്ളത്. അപ്പോൾ 2 ബെഡ്റൂം, ഒരു ഓപ്പൺ ടെറസ്, ഒരു സിറ്റ് ഔട്ട്, ഇത്രയാണ് ഉള്ളത്. അപ്പോൾ ഞാനിപ്പോൾ ഏകദേശം വീടിൻ്റെ താഴെ മുകളൊക്കെ ഫുള്ളായിട്ട് കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാതെ കാണുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒരു ലൈക്ക് ചെയ്തേക്കണം കേട്ടോ. അപ്പം നിങ്ങൾക്ക് നമ്മുടെ വീട് ഇഷ്ടമായോന്നും നമ്മുടെ വീടിനെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ എന്തായാലും കമൻറ്റിലൂടെ ഞങ്ങളെ അറിയിക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അപ്പോൾ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ കൂടെയുള്ള ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്യുമ്പോഴേ ഉള്ളൂ നമ്മുടെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് ലഭിക്കുള്ളൂ. പിന്നെ വീഡിയോക്ക് ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ഇപ്പോൾ തന്നെ ചെയ്തേക്കണം, മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ കാണാം കേട്ടോ.